pass characteristic of NMOS and pass characteristic of CMOS. CMOSന്റെ NMOSന്റെയും പാസ് ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മൾ അടുത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ അത് എത്രത്തോളം ഒരു 1 കൊടുത്താൽ ആ ഫുൾ ഒരു VDD എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ടിലോട്ട് കൊടുത്താൽ ആ ഫുൾ VDDയിലോട്ടും അത് ചാർജ് ചെയ്യുന്നുണ്ടോ, അതേപോലെ ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ 0 കൊടുത്താൽ ഫുൾ 0യിലോട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇൻപുട്ടിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു അതേ സിഗ്നൽ തന്നെ ഔട്ട്പുട്ടിലോട്ട് എത്തുന്നോ, അതാണ് പാസ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു കണ്ടീഷൻ എടുക്കണം. NMOSന്റെ കേസിൽ ഹയർ പൊട്ടൻഷ്യൽ ഷുഡ് ബി ടേക്കൺ ആസ് ഡ്രെയിൻ. ഈ ഡ്രെയിനും സോഴ്സും നമുക്ക് ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ NMOSന്റെ കേസിൽ ഹയർ പൊട്ടൻഷ്യൽ ഏതാണോ ഹയർ പൊട്ടൻഷ്യൽ അതിനെ ഡ്രെയിൻ ആയിട്ട് എടുക്കുക. ഏതാണോ ഹയർ പൊട്ടൻഷ്യൽ അതിനെ ഡ്രെയിൻ ആയിട്ട് എടുക്കുക. വേറൊരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഡ്രെയിൻ ടു സോഴ്സ്. ഇൻ NMOS കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഡ്രെയിൻ ടു സോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം NMOSന്റെ കണ്ടീഷൻ എന്താണ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. VGSN ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ത്രെഷോൾഡിനേക്കാൾ കുറവാണെങ്കിൽ കട്ട് ഓഫ് ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ത്രെഷോൾഡിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഓൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പാസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് NMOS ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മളൊരു ലോജിക് 1 ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. ഒരു ലോജിക് 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. NMOS ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. NMOS ഓൺ ആവണമെങ്കിൽ ഗേറ്റിൽ ഏതായിരിക്കുന്ന വോൾട്ടേജ്? ഗേറ്റിൽ VDD ഹയർ വോൾട്ടേജ് കൊടുത്തു. ഓക്കെ, ഗേറ്റിൽ ഹയർ വോൾട്ടേജ് കൊടുത്തു. ഇവിടെ എന്താണ്? ഇൻപുട്ടിലോട്ട് ലോജിക് 1 കൊടുത്തു. ഔട്ട്പുട്ടിൽ ലോജിക് 1 അതായത് VDD മൊത്തത്തിൽ എത്തുന്നുണ്ടോ? ഈ 1 കൊടുത്തെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? VDD എന്ന് തന്നെയാണ് കേട്ടോ. 1 എന്ന് വെച്ചാൽ VDD എന്ന് തന്നെയാണ്, ഹൈ വോൾട്ടേജ്. അപ്പൊ VDD ഇൻപുട്ടിലോട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് VDDയിലോട്ട് ഫുൾ ചാർജ് ആവുന്നോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതില് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ത്രെഷോൾഡിനേക്കാൾ കൂടുതലായിട്ട് നിൽക്കുന്നിടത്തോളം കാലം എന്ത് സംഭവിക്കും? NMOS കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഏത് പോയിന്റ് വരെയാണ് ത്രെഷോൾഡ് വോൾട്ടേജ്, അതായത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ കൂടുതൽ നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം, ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, വാല്യൂസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇവിടെ VDD ഒരു 5 വോൾട്ട് ആണെന്ന് നോക്കിയാൽ VDD നമ്മളൊരു 5 വോൾട്ട് കൊടുത്ത് നോക്കിയാൽ. ഓക്കെ, VDD 5 വോൾട്ട്. അതേപോലെ V ത്രെഷോൾഡ് 0.7 വോൾട്ട് ആണെന്ന് നോക്കിയാൽ അറിയാം, എളുപ്പത്തിനാണ് 0.7 വോൾട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇവിടെ ഹൈ കൊടുത്തു. അപ്പൊ ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു? ഇൻപുട്ടിൽ VDയുടെ വാല്യൂ VDയുടെ വാല്യൂ എന്ത് കൊടുത്തു? ഹൈ VDD തന്നെ കൊടുത്തു. അപ്പൊ നമുക്ക് VGSന് എന്ത് സംഭവിക്കും നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഹൈ കൊടുക്കുകയാണ്. അപ്പോ ഈ ഹൈ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? VGSന്റെ വാല്യൂ എന്തായി മാറും? VG മൈനസ് VS. VGയിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? VDD മൈനസ് സോഴ്സിൽ ഒന്നുമില്ല, കപ്പാസിറ്റർ ഒന്നും ചാർജ് ചെയ്തിട്ടില്ല, കാര്യം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. VDD മൈനസ് 0. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? VGS ഇസിക്കൽ ടു VDD. VGS ഇസിക്കൽ ടു VDD എന്ന് വെച്ചാൽ VDDയുടെ വാല്യൂ എത്രയാണ്? 5 വോൾട്ട്. അപ്പം 5 മൈനസ് 0 ഇസിക്കൽ ടു 5 വോൾട്ട്. ദാറ്റ് മീൻസ് VGS ഇസിക്കൽ ടു 5 വോൾട്ട് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ് അല്ലേ? ത്രെഷോൾഡ് എത്രയാണ്? 0.7 ആയിരുന്നു. ത്രെഷോൾഡിനേക്കാൾ കൂടുതലല്ലേ VGS? സോ എന്ത് സംഭവിക്കും? ഇവിടെ കണ്ടക്ഷൻ നടക്കും, കപ്പാസിറ്റർ ചാർജ് ആവാൻ തുടങ്ങും. ആണല്ലോ, കപ്പാസിറ്റർ ചാർജ് ആയി 1 വോൾട്ടായി 2 വോൾട്ടായി. ഇനി 2 വോൾട്ട് ആകുമ്പോൾ നമുക്ക് കണ്ടക്ഷൻ നടക്കുന്നു ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കാം. VGS എന്തായി? VGS ഇസിക്കൽ, അപ്പൊ ഇവിടെ ഇപ്പം 2 വോൾട്ടായി നിൽക്കുകയാണ്. 2 വോൾട്ട് കപ്പാസിറ്റർ 2 വോൾട്ടായി നിൽക്കുകയാണ്. VGS ഇസിക്കൽ ടു VDDയുടെ വാല്യൂ 5 വോൾട്ട്. അപ്പൊ VGS എന്ന് വെച്ചാൽ VG മൈനസ് VS ആണ്. VG is always VDD. അപ്പൊ 5 മൈനസ് ഇനി അടുത്ത് എന്താണ്? സോഴ്സ് ഇപ്പൊ എത്ര വോൾട്ടേജ് ആയിട്ട് ചാർജ് ചെയ്തിരിക്കുന്നത്? 2. അപ്പൊ 5 മൈനസ് 2 എന്തായി? ഇസിക്കൽ ടു 3 വോൾട്ട്. 3 is always greater than 0.7. സോ ഇപ്പോഴും കണ്ടക്ഷൻ നടക്കും. അപ്പൊ 2 വോൾട്ട് ആയപ്പോഴും വീണ്ടും കണ്ടക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ആയി, 4 ആയി. ഓക്കെ, അപ്പൊ എപ്പോഴെങ്കിലും ഇതിന്റെ വാല്യൂ VDD മൈനസ് VTN ആയെന്ന് നോക്കിയാൽ, VDD മൈനസ് VTN എന്ന് വെച്ചാൽ എത്രയാണ്? VDD എത്ര? 5. VTNന്റെ വാല്യൂ 0.7. 5 മൈനസ് 0.7 എത്രയാണ്? 5 മൈനസ് 0.7 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4.3. അപ്പൊ ഇവിടെ 4.3 ആവുമ്പോൾ എന്ത് സംഭവിക്കും? 4.3 ആയി. ഓക്കെ, ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഇത് ഓൺ തന്നെയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന 1 ആണ്. ദാറ്റ് മീൻസ് 5 വോൾട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
5 വോൾട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കണ്ടക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 വോൾട്ട് ഇവിടെ നിന്ന് 1 വോൾട്ടായി, 2 വോൾട്ടായി, 3 വോൾട്ടായി, 4 വോൾട്ടായി, 4.3 വോൾട്ടായി. 4.3 വോൾട്ട് ആയപ്പോൾ കണ്ടീഷൻ നമുക്ക് നോക്കാം. ആയപ്പോൾ VGS-ന്റെ വാല്യൂ എന്താവും? VGS = എന്താണ്? 5 മൈനസ് 4.3 അല്ലെ? ഈ 4.3 എന്തായിരുന്നു സംഭവം? 4.3 എന്ന് വെച്ചാൽ VDD മൈനസ് VTH എന്നുള്ള വാല്യൂ ആണ് കൊടുത്തത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? 5 മൈനസ് 4.3 ആകുമ്പോൾ 0.7. അപ്പൊ കഷ്ടിച്ച് അല്ലെ? VGS = VTH. അപ്പോ ഏതാണ്ട് ആ ഒരു ലെവലിൽ കണ്ടക്ട് ചെയ്യണോ എന്നുള്ള ഒരു ബ്രിമ്മിൽ നിൽക്കുകയാണ്, ആ ഒരു പോയിന്റ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ VDD മൈനസ് VTH ആയ 4.3 അല്ലെ? V ഔട്ട് ഇവിടെ കപ്പാസിറ്റർ ഏതുവരെ ചാർജ് ചെയ്തു? VDD മൈനസ് VTH ആണ്. അതിന്റെ വാല്യൂ ആണ് ഞാൻ ന്യൂമറിക് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്ത. VDD മൈനസ് VTH ആയപ്പോൾ 4.3 ആയി. 4.3 ആയപ്പോൾ ഈ കണ്ടീഷൻ കഷ്ടിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പൊ അതുവരെ ചാർജ് ആയി നിൽക്കുകയാണ്. ഓക്കെ, ഇനി ഇത് വീണ്ടും ഇതൊരു 4.4 ആവാൻ ശ്രമിക്കുന്നു എന്ന് വയ്ക്കുക. ഇവിടെ സോഴ്സ് വീണ്ടും ഒരു 4.4 ആവാൻ ശ്രമിക്കുകയാണ്. അത് നടക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ 4.4 വോൾട്ട് ആവുമോ എന്നുള്ളതാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 4.4 വോൾട്ട് എന്ന് വെച്ചാൽ VDD മൈനസ് VTN-നേക്കാൾ കുറച്ചുകൂടെ കൂടിയ വാല്യൂ അല്ലെ? VDD മൈനസ് VTN-നേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ 4.4 ആവുമോ? 4.4 ആവുമോ എന്ന് നോക്കിയാണ്. അപ്പൊ VGS എന്താ കണ്ടീഷൻ? 4.4 ആവുമ്പോൾ VGS എന്തായിരിക്കണം? VGS എന്ന് വെച്ചാൽ VG മൈനസ് VS ആണ്. ഇവിടത്തെ VG-യുടെ വാല്യൂ എത്രയാണ്? 5 വോൾട്ട് 5 ആണ്. മൈനസ് സോഴ്സ് എത്രയാണ്? 4.4. അതിന്റെ വാല്യൂ എന്താണ്? 5 മൈനസ് 4.4 ആകുമ്പോൾ 0.6 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ത്രഷോൾഡ്. അപ്പോൾ 4.4 ആവാൻ പറ്റത്തില്ല. കാരണം എന്താണ്? 4.4 ആവുന്ന കേസിൽ VGS-ന്റെ വാല്യൂ എത്രയാണ്? 0.6 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ത്രഷോൾഡ് വോൾട്ടേജ്. കണ്ടക്ഷൻ നടക്കത്തില്ല. അപ്പോൾ അതിന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കി, എന്താണ്? 4.3 വരെ ചാർജിങ് നടക്കും. 4.3 ആയപ്പോൾ നോക്കിയേ, 4.3 എന്ന് വെച്ചാൽ എന്തായിരുന്നു? VDD മൈനസ് VTH ആയിരുന്നു. അപ്പൊ ആ 4.3 വരെ VGS-ന്റെ വാല്യൂ കണ്ടീഷൻ എന്താണ്? വിച്ച് ഈസ് ലെസ് ദാൻ ത്രഷോൾഡ് അല്ല, വിച്ച് ഈസ് ഈക്വൽ ടു ത്രഷോൾഡ് ആണ്. അപ്പൊ 4.3 വരെ കട്ട് ഓഫ് കണ്ടീഷൻ അല്ല, ഓൺ കണ്ടീഷൻ ആണ്. 4.3യേക്കാൾ കുറച്ചുകൂടെ കൂടാൻ ശ്രമിച്ചാൽ കട്ട് ഓഫ് കണ്ടീഷൻ ആണ്, ട്രാൻസ്മിഷൻ നടക്കത്തില്ല. വേറൊരു രീതി പറഞ്ഞ എങ്ങനെ പറയാം? ഔട്ട്പുട്ടിന്റെ വാല്യൂ VDD മൈനസ് അല്ലെ? ഔട്ട്പുട്ടിന്റെ വാല്യൂ VDD മൈനസ് VTH വരെ ട്രാൻസ്മിഷൻ നടക്കും. അത് കഴിഞ്ഞ് ട്രാൻസ്മിഷൻ പോസിബിൾ അല്ല. അപ്പൊ ഇൻപുട്ടിൽ നമ്മൾ VDD കൊടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഔട്ട്പുട്ടിൽ VDD മൈനസ് VTH വരെ അല്ലെങ്കിൽ VTN, NMOS ആണ് VTN, VDD മൈനസ് VTN വരെ കണ്ടക്ഷൻ നടക്കും. അതുകൊണ്ടാണ് ഇതിന്റെ പാസ് ക്യാരക്ടറിസ്റ്റിക് ഇതാ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, VDD ആണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തത്. അപ്പൊ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് നമ്മൾ വിചാരിക്കും VDD ആവുമെന്ന്. പക്ഷെ VDD ആവത്തില്ല, പകരം VDD മൈനസ് VTN വരെ ആവും. അതായത് VDD ഇൻപുട്ടിലോട്ട് കൊടുത്താൽ ഔട്ട്പുട്ടിൽ VDD കിട്ടോ? ഇല്ല, VDD മൈനസ് VTN മാത്രമേ കിട്ടൂ. ദാറ്റ് മീൻസ് വേറെ രീതി പറയാം, ഇറ്റ് ട്രാൻസ്മിറ്റ് ഇതാണ് പുവർ ലോജിക് വണ്ണിനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പറയാം. പുവർ ലോജിക് 1 എന്ന് വെച്ചാൽ 1 കൊടുത്താൽ കറക്റ്റ് 1 എന്ന് വെച്ചാൽ ഹൈ VDD കൊടുത്താൽ കറക്റ്റ് VDD കിട്ടത്തില്ല, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു VDD അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ് കിട്ടുന്നത്. സോ ഇറ്റ് ട്രാൻസ്മിറ്റ് പുവർ ലോജിക് 1. ലോജിക് 1നെ പൂർണ്ണമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഓർക്കുക, ഇവിടെ ട്രാൻസ്മിഷൻ നടന്നുകൊണ്ടിരിക്കും. ഏത് വരെയാണ്? ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് VDD മൈനസ് VTH വരെ ഇത് ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. VDD മൈനസ് VTH-നേക്കാൾ ഉയരാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? VGS-ന്റെ വാല്യൂ ലെസ് ദാൻ ത്രഷോൾഡ് ആയി. ദാറ്റ് മീൻസ് കട്ട് ഓഫ് കണ്ടീഷൻ ആയി. അതായത് ഇത് VDD മൈനസ് VTH വരെ ട്രാൻസ്മിഷൻ പോസിബിൾ ഉള്ളൂ, അതിനേക്കാൾ കൂടുതൽ വാല്യൂ പോസിബിൾ അല്ല. VDD മൈനസ് VTH-ന്റെ കൂടെ കുറച്ചുകൂടെ കൂടുതൽ 4.3യേക്കാൾ കുറച്ചുകൂടെ കൂടാൻ സാധിക്കില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് എൻമോസിന്റെ ലോജിക് 1 അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള ട്രാൻസ്മിഷൻ. അപ്പൊ 1 കൊടുത്താൽ 1 കിട്ടത്തില്ല, ഏതാണ്ട് 1 കിട്ടേ ഉള്ളൂ. അതായത് VDD കൊടുത്താൽ VDD കിട്ടില്ല, VDD മൈനസ് VTN ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതേ എൻമോസിന് ഞാൻ ലോജിക് 0 കൊടുത്തെന്ന് വെക്കുക. ഇതേ എൻമോസിന് ലോജിക് 0 കൊടുത്തു. അപ്പൊ ഇപ്പോഴെന്തായിട്ടിരിക്കുകയാണ്? അപ്പൊ നേരത്തെ തന്നെ ബാക്കിയായിട്ട് പറയുന്നത് ചാർജിങ് കഴിഞ്ഞു.
ഇനി ഡിസ്ചാർജിങ് സൈക്കിളിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി ഏതായിട്ടാണ് വി ഔട്ട് ഇരിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് വി ഡി ഡി മൈനസ് വി ടി എൻ വരെ ചാർജ് ചെയ്തിരിക്കുന്നത് അല്ലെ. വി ഡി ഡി മൈനസ് വി ടി എൻ വരെയാണ് ഈ കപ്പാസിറ്റർ ചാർജ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി എന്താണ് ലോജിക് 0 ആണ് കൊടുത്തത്. ലോജിക് 0, അതായത് ഇൻപുട്ടിലോട്ട് ലോജിക് 0 കൊടുത്തു. അപ്പൊ ഇവിടെ ഇൻപുട്ടിലോട്ട് ലോജിക് 0 കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക് അനുസരിച്ചിട്ട് കറണ്ട് വിൽ ഓൾവേസ് ഫ്ലോ ഫ്രം ഡ്രെയിൻ ടു സോഴ്സ്. വേറെ ഒരു രീതിയിൽ എടുക്കാന്ന് പറഞ്ഞു, ഹയർ പൊട്ടൻഷ്യൽ ഷുഡ് ബി ഓൾവേസ് ടേക്കൺ ആസ് ഡ്രെയിൻ. അപ്പൊ ഇവിടെ ഡ്രെയിൻ ഈ വശത്താണ് അല്ലെ, ഡ്രെയിൻ മാറി അല്ലെ, ഹയർ പൊട്ടൻഷ്യൽ ഡ്രെയിൻ ആണ്. അപ്പൊ ഇത് ഡ്രെയിൻ ആയിട്ട് എടുത്തു. ഈ കേസിൽ ലോജിക് 0 അപ്ലൈ ചെയ്തപ്പോൾ ഡ്രെയിൻ ആയിട്ട് ഇത് കൺസിഡർ ചെയ്തു. കാരണം ഡ്രെയിനും സോഴ്സ് ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഹയർ പൊട്ടൻഷ്യൽ ഏതാണ്? ഇപ്പോൾ കപ്പാസിറ്റർ ആയിരുന്നു. നേരത്തെ കേസിൽ നോക്കിയേ, നേരത്തെ കേസിൽ ഹയർ പൊട്ടൻഷ്യൽ ഈ 1 VDD കൊടുത്തായിരുന്നു. പിന്നെ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. സോ ഇവിടെ ഡ്രെയിൻ ഈ പോയിന്റ് ആയിരുന്നു. ഇവിടത്തെ കേസിൽ ഹയർ പൊട്ടൻഷ്യൽ ഏതാണ്? കപ്പാസിറ്റർ VDD മൈനസ് VTN ചാർജ് ആണ്. ഇൻപുട്ടിലോട്ട് 0 ആണ് കൊടുത്തത്. സോ ഇവിടുത്തെ ഡ്രെയിൻ ഏതാണ്? ഈ റൈറ്റ് സൈഡ് ആണ് ഇവിടുത്തെ ഡ്രെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലോജിക് 0 കൊടുത്തു. ലോജിക് 0 കൊടുത്താലും എല്ലാം സെയിം എക്സ്പ്രഷൻ തന്നെയാണ്. അപ്പൊ VGS VG മൈനസ് VS ആണ്. ദാറ്റ് മീൻസ് VGS VG. ഇവിടുത്തെ VG എന്ന് വെച്ചാൽ എന്താണ്? VDD മൈനസ് VS. VS എപ്പോഴും ലോജിക് 0 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. VS എപ്പോഴും എന്താണ്? ലോജിക് 0. അതിന്റെ അർത്ഥം എന്താണ്? VS ഈസ് ഓൾവേസ് 0. VS ഈസ് ഓൾവേസ് 0. ഇൻപുട്ട് സൈഡിലോട്ട് നമുക്ക് കപ്പാസിറ്റർ ഒന്നുമില്ല. ഇൻപുട്ട് സൈഡിലോട്ട് 0 ആണ്. ഇറ്റ് ഈസ് ഗ്രൗണ്ടഡ്. അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ഗ്രൗണ്ടഡ്. സോ VS ഈസ് ഓൾവേസ് 0. അതിന്റെ അർത്ഥം എന്താണ്? VGS VDD മൈനസ് 0 ആയിരിക്കും എപ്പോഴും. ദാറ്റ് മീൻസ് VGS എപ്പോഴും VDD ആണ്. അത് ലോജിക് 0 കൊടുത്താൽ VGS എപ്പോഴും VDD ആണ്. ആ കണ്ടീഷൻ എന്താണ്? ദാറ്റ് മീൻസ് വേറെ രീതി പറഞ്ഞാൽ എന്താണ്? VGS ഈസ് ഓൾവേസ് VDD വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ്. ദാറ്റ് മീൻസ് ഇറ്റ് ഓൾവേസ് കണ്ടക്ട്സ്. അപ്പൊ എപ്പോഴും കണ്ടക്ട് ചെയ്യും ഈ ഒരു കണ്ടീഷനിൽ. അപ്പൊ ലോജിക് 0 കൊടുത്താൽ എപ്പോഴായാലും, അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദി വാല്യൂ ഓഫ് വി ഔട്ട് എന്ത് സംഭവിക്കും? എപ്പോഴും കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയും പോസിബിൾ ആണ്. ദാറ്റ് മീൻസ് എപ്പോഴും കണ്ടക്ട് ചെയ്യുന്നു. എപ്പോഴും കണ്ടക്ട് ചെയ്യുന്ന വെച്ചാൽ VDD മൈനസ് VTN ഇവിടെ കൊടുത്തു. അതിന്റെ വാല്യൂ 4.3 ആയിരുന്നു. കപ്പാസിറ്റർ 4.2 ആയി. ഡിസ്ചാർജിങ് നടക്കുകയാണ്. 4.1 ആയി, 3 ആയി, 2 ആയി, 1 ആയി. ഓൾവേസ് കണ്ടക്ടിങ്. 1 ആയി, 0.7 ആയി, 0.6 ആയി. ഇറ്റ്സ് ഓൾവേസ് കണ്ടക്ടിങ്. അതുകൊണ്ട് അവസാനം 0 ആവുമ്പോഴും കണ്ടക്ടിങ്. സോ ഇത് കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ടു 0. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഇടുന്നത്. VDD മൈനസ് VTN ആണ്. VDD മൈനസ് VTN ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആണ്. കാരണം കപ്പാസിറ്റർ ആണ് ഇവിടെ ഉള്ളത്. കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ് ഈസ് ഓൾവേസ് എക്സ്പോണൻഷ്യൽ. അപ്പോൾ അവിടെ നമുക്ക് ഒരു കാര്യം അനലൈസ് ചെയ്യാം. NMOS ട്രാൻസിസ്റ്റർ വിൽ ട്രാൻസ്ഫർ എ ഗുഡ് ലോജിക് 0 ബട്ട് എ പുവർ ലോജിക് 1 ആണല്ലോ. ആദ്യത്തെ 1 VDD കൊടുത്തപ്പോൾ VDD മൈനസ് VTN കിട്ടിയുള്ളൂ. പക്ഷെ 0 കൊടുത്തപ്പോൾ അല്ലെ, ഇൻപുട്ടിലോട്ട് 0 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് ഫുള്ളി ഡിസ്ചാർജ് ചെയ്ത് 0 തന്നെ കിട്ടി. ദാറ്റ് മീൻസ് ഇറ്റ് ട്രാൻസ്ഫർ എ ഗുഡ് ലോജിക് 0 ബട്ട് എ പുവർ ലോജിക് 1. അതാണ് NMOSന്റെ പാസ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. പാസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് PMOS. PMOSന്റെ പാസ് ക്യാരക്ടറിസ്റ്റിക് ആണ് അടുത്ത എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെയിം ലോജിക് തന്നെയാണ്. PMOS ആകുമ്പോൾ എല്ലാം തിരിയും അല്ലെ. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നേരത്തെ ലെസ് ദാൻ ആണെങ്കിൽ കട്ട് ഓഫ് ആണ്. ഇവിടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ VTP ആണെങ്കിൽ കട്ട് ഓഫ് ആണ്. ഇവിടെ VTPയുടെ വാല്യൂ അല്ലെ PMOS ആണ്. PMOS ആയതുകൊണ്ട് നെഗറ്റീവ് ആണ് അല്ലെ. മൈനസ് പോയിന്റ് സെയിം വാല്യൂ എടുക്കാം. അപ്പൊ -0.7 ആണ് VTPയുടെ വാല്യൂ. VDD നേരത്തെ എടുത്ത അതേ വാല്യൂ തന്നെ എടുക്കാം. നമുക്ക് കുറച്ചുകൂടെ അനാലിസിസിന് എളുപ്പം വാല്യൂസ് കൊടുത്ത് ചെയ്യുന്നത്. VDDക്ക് 5 വോൾട്ട് തന്നെ നേരത്തെ പോലെയാണ്, സെയിം തന്നെ കൊടുക്കാം. VTPക്ക് പാസ് PMOS ആയതുകൊണ്ട് VTP നെഗറ്റീവ് ആണ്, ഫിസിക്കൽ ടു -0.7 ആണ്. ഇനി നേരത്തെ അതേ കേസിൽ തന്നെയാണ്. ഇനി PMOS ആകുമ്പോൾ തിരിയും. എന്താണ്? നേരത്തെ ഹയർ പൊട്ടൻഷ്യൽ ഡ്രെയിൻ ആയിട്ട് എടുത്തെങ്കിൽ ഇവിടെ ഹയർ പൊട്ടൻഷ്യൽ PMOSന്റെ കേസിൽ തിരിയും. ഹയർ പൊട്ടൻഷ്യൽ ഷുഡ് ബി ടേക്കൺ ആസ് സോഴ്സ്. PMOSന്റെ കേസിൽ തിരിയും. ഹയർ പൊട്ടൻഷ്യൽ സോഴ്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ ഇൻ ദി കേസ് ഓഫ് PMOS. NMOSന്റെ കേസിൽ ഡ്രെയിൻ എന്ന സോഴ്സ് ആണ്, PMOSൽ സോഴ്സ് ടു ഡ്രെയിൻ. ഓക്കെ, ബാക്കി എല്ലാ അനാലിസിസ് സെയിം ആണ്. അപ്പൊ നമുക്ക് ക്വിക്ക് ആയിട്ട് അത് നോക്കാം. അപ്പൊ എന്താണ്? ഇവിടെ 1 കൊടുത്തു,
ഇവിടെ 0 ആണ് അല്ലെ. PMOS കണ്ടക്ട് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ഗേറ്റ് നമ്മൾ എപ്പോഴും ലോ ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. NMOS ആക്റ്റീവ് ഹൈയും PMOS ആക്റ്റീവ് ലോ ആണ്. അപ്പോൾ ഗേറ്റിൽ ഈസ് ഓൾവേസ് 0. ഗേറ്റ് എപ്പോഴും 0 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ കണ്ടീഷൻസ് ഒന്ന് നോക്കാം. VGS എന്ന് വെച്ചാൽ VG മൈനസ് VS ആണ്. അപ്പൊ ആദ്യം ലോജിക് 1 ആണ് കൊടുത്തത്. ലോജിക് 1 എന്ന് വെച്ചാൽ VDD അല്ലെ, നമുക്ക് വേണമെങ്കിൽ ആ രീതി പറയാം. ലോജിക് 1 മീൻസ് ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ VDD ആണ് കൊടുത്തത്. VGS ന്റെ വാല്യൂ എന്താണ്? ഗേറ്റിന്റെ വാല്യൂ 0 അല്ലെ. VG-യുടെ വാല്യൂ ഓൾവേസ് 0. VS എത്രയാണ്? ഹൈ. VDD ആണ് കൊടുത്തിരിക്കുന്നത്. സോ VDD ഹൈ ആണ് അല്ലെ. VGS മൈനസ് VDD. ഇതിന്റെ അർത്ഥം എന്താണ്? VGS is equal to മൈനസ് VDD. അതായത് VGS is equal to മൈനസ് VDD. നമ്മൾ ആ ന്യൂമറിക്കൽ വാല്യൂ വെച്ച് കൊടുത്താൽ VGS is equal to മൈനസ് 5 വോൾട്ട്. അതിന്റെ അർത്ഥം എന്താണ്? VGS is less than VTP അല്ലെ. VGS is less than VTP. കാരണം എന്താണ്? VTP-യുടെ വാല്യൂ എത്രയാ? മൈനസ് 0.7 അല്ലെ. മൈനസ് 5 is less than മൈനസ് 0.7 അല്ലേ. അതിന്റെ അർത്ഥം എന്താണ്? VGS is less than VTP. VGS greater than VTP ആണെങ്കിൽ കട്ട് ഓഫ്. അപ്പോൾ VGS ലെസ് ദാൻ VTP ആണെങ്കിൽ എന്താണ്? ഓൺ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ ദി ട്രാൻസിസ്റ്റർ ഈസ് ഓൾവേസ് ഓൺ. ഇവിടത്തെ കേസ് നേരെ തിരിയും. ദി ട്രാൻസിസ്റ്റർ ഈസ് ഓൾവേസ് ഓൺ. ദി PMOS ട്രാൻസിസ്റ്റർ ഈസ് ഓൾവേസ് ഓൺ. എന്ത് സംഭവിക്കും? നമ്മൾ ഇൻപുട്ടിന് VDD അല്ലെങ്കിൽ 1 കൊടുത്താൽ എപ്പോഴും ഓൺ ആണ്. അപ്പോൾ 1 കൊടുക്കുമ്പോൾ ഇവിടെ അല്ലെങ്കിൽ VDD കൊടുത്തു അല്ലെ. VDD അല്ലേ കൊടുത്ത? 1 എന്ന് വെച്ചാൽ ലോജിക് 1 ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ VDD കൊടുത്തു, 5 വോൾട്ട് കൊടുത്തു. ഓൾവേസ് ഓൺ ആയതുകൊണ്ട് ആദ്യം കപ്പാസിറ്റർ 1 ചാർജ് ചെയ്യും, 2 ചാർജ് ചെയ്യും, 3 ചാർജ് ചെയ്യും, 4 ചാർജ് ചെയ്യും, 4.3 ചാർജ് ചെയ്യും, 4.4. കാര്യം ഓൾവേസ് ഓൺ ആണ്, വേറെ ഒന്നും മാറുന്നില്ല. 5 വരെയും ചാർജ് ചെയ്യും. സോ ഇൻപുട്ട് ഇഫ് യു ആർ ഗിവിംഗ് VDD, ദി ഔട്ട്പുട്ട് വിൽ ബി ഗ്രാജുവലി ചാർജ് ടു VDD itself. VDD ആയിട്ട് തന്നെ ചാർജ് ചെയ്യും. സോ ഇവിടെ ഒരു കാര്യം പറയാം. PMOS ട്രാൻസ്ഫേഴ്സ് എ ഗുഡ് 1. നേരത്തെ പുവർ 1 ആയിരുന്നു NMOS-ന്റെ കേസിൽ. പക്ഷെ PMOS-ന്റെ കേസിൽ എന്താണ്? ഗുഡ് 1 അല്ലെ. ഗുഡ് 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി ലോജിക് 0 അപ്ലൈ ചെയ്തു. ലോജിക് 0 നേരത്തെ പോലെ തന്നെ അടുത്ത ലോജിക് 0 ആണ് അപ്ലൈ ചെയ്തത്. ലോജിക് 0 അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ലോജിക് 0 ഇവിടെ 0 കൊടുത്ത ഗേറ്റ് ഓൾവേസ് 0. ഹയർ പൊട്ടൻഷ്യൽ. അപ്പൊ ഇവിടെ ഏതായിട്ട് ചാർജ് ആയിട്ടിരിക്കുകയാണ്? ഇവിടെ PMOS ആണ്. PMOS ആണ് Vout VDD-ലോട്ട് തന്നെ ചാർജ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതും കൂടെ ഓർക്കുക. ഇവിടെ ഇപ്പം VDD എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നേരത്തെ NMOS-ന്റെ കേസിൽ VDD മൈനസ് VTN എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് VGS is equal to VG മൈനസ് VS ആണ്. VG is always 0. അപ്പൊ 0 തന്നെയാണ്. ഓക്കെ, അപ്പോ 0 മൈനസ് സോഴ്സ്. അപ്പൊ ആദ്യം സോഴ്സ് എന്തായിരുന്നു? VDD ആണ് അല്ലെ. സോഴ്സ് ആദ്യം VDD ആയിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? VGS is equal to ഫസ്റ്റ് കേസ്. ഓക്കെ, VGS is equal to മൈനസ് VDD. ദാറ്റ് മീൻസ് VGS is equal to മൈനസ് 5 വോൾട്ട് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ലെസ് ദാൻ VTP അല്ലെ. VTP-യേക്കാൾ കുറവാണ്. VTP എത്രയാണ്? മൈനസ് 0.7 ആണ്. അപ്പൊ VTP-യേക്കാൾ കുറവാണ്. എന്ത് സംഭവിക്കും? ലെസ് ദാൻ ആയതുകൊണ്ട് ഗ്രേറ്റർ ആണെങ്കിൽ കട്ട് ഓഫ്. ലെസ് ദാൻ ആയതുകൊണ്ട് ഓൺ ആണ്. അപ്പൊ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോ ഇവിടെ 5 വോൾട്ട് ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങും. 4 ആവും, 3 ആവും, 2 ആവും, ആ രീതിയിൽ 1 ആവും. നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക്. അപ്പൊ ഇതിന്റെ വാല്യൂ ഡിസ്ചാർജ് ചെയ്ത് എത്രയായി? 0.7 ആയി. ഓക്കെ, 0.7 ആവുമ്പോൾ എന്ത് സംഭവിക്കും? VGS is equal to VG. VG is always 0. is equal to മൈനസ് 0.7 ആയി. That means VGS അല്ലെ. ഇത് VGS അല്ലെ. VGS is equal to മൈനസ് 0.7 ആയി. കാരണം എന്താണ്? VG is always 0. അപ്പൊ 0 മൈനസ് VS. എത്രയാ? VS എത്രയാ? 0.7. അപ്പൊ മൈനസ് 0.7 ആയി. which is equal to VTP അല്ലെ. VTP-യുടെ വാല്യൂ മൈനസ് 0.7 അല്ലെ. അപ്പൊ അവിടെ കറക്റ്റ് ആയി പോസിബിൾ ആണ്. 0.7 ആവുന്നവരെ കണ്ടക്ഷൻ പോസിബിൾ ആണ്. ഇതൊരു 0.6 ആവുന്നത് പോസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. ഇത് 0.6 ആവണമെങ്കിൽ VGS-ന്റെ വാല്യൂ എന്താണ്? VGS is equal to VG. VG-യുടെ വാല്യൂ 0 ആണ്. മൈനസ് 0.6 which is minus 0.6 is greater than minus 0.7 അല്ലെ. VTN P, sorry, എന്നല്ല P, PMOS and P.
അല്ലെ? VTP-യേക്കാൾ കൂടുതലായി, VTP-യേക്കാൾ കൂടുതലാണെങ്കിൽ കട്ട് ഓഫ് കണ്ടീഷൻ ആണ്. അപ്പൊ അത് പോസിബിൾ അല്ല. അപ്പൊ ഇത് ഒരിക്കലും 0.7-നേക്കാൾ താരില്ല അല്ലെ? അത് കഴിഞ്ഞ് അതിന്റെ താഴോട്ട് പോവോ 0.6 0.5 0.3 ഒന്നും വന്ന് 0 ആവത്തില്ല. ദാറ്റ് മീൻസ് PMOS ട്രാൻസ്ഫേഴ്സ് എ ഗുഡ് ലോജിക് 1 അല്ലെ? നമ്മൾ നേരത്തെ 1 VDD കൊടുത്തപ്പോൾ VDD കിട്ടി, പക്ഷെ 0 കൊടുത്തപ്പോൾ 0 കിട്ടിയോ? ഇല്ല. ഏതുവരെ കിട്ടിയോളൂ? VTP അല്ലെങ്കിൽ മോഡുലസ് VTP വരെ നമുക്ക് വാല്യൂ കിട്ടിയോളൂ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്താണ്, PMOS 1-നെ നല്ലപോലെ ട്രാൻസ്ഫർ ചെയ്യും, 0-യെ നല്ലപോലെ ട്രാൻസ്ഫർ ചെയ്യത്തില്ല. പക്ഷെ NMOS എന്ത് ചെയ്യും? NMOS നേരെ തിരിച്ച് അല്ലെ? 0-യെ നന്നായിട്ട് പാസ് ചെയ്യും, പക്ഷെ 1-നെ നന്നായിട്ട് പാസ് ചെയ്യത്തില്ല.